PSC ചാറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിലെ രാജാറാം മോഹൻ റോയിയെ പറ്റി ഒരു ക്ലാസ് ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവർ ആ ക്ലാസ് കൂടി കാണുക. അപ്പോൾ ഇന്ന് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലേ? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. ശ്രീനാരായണ ഗുരു എന്നാണ് ജനിക്കുന്നത്? 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. 1856 ഓഗസ്റ്റ് 20 ജനിക്കുന്നത്. എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളായിരുന്നു കുട്ടിയമ്മയും മാടനാശാനും. ആരൊക്കെയാണ്? കുട്ടിയമ്മയും മാടനാശാനുമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ വീട് വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിൻ്റെ വീടായിരുന്നു വയൽവാരം വീട്. പോരായിരുന്നു, ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളായിരുന്നു കുട്ടിയമ്മയും മാടനാശാനും. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ വീടായിരുന്നു വയൽവാരം വീട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഈ ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ് നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. അതുപോലെ തന്നെ ഈ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച ഒരാളുണ്ട്. രണ്ടാം ബുദ്ധൻ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. അപ്പോൾ എന്താണ് ശ്രീനാരായണ ഗുരുവിനെ അറിയപ്പെട്ടിരുന്നത്? നാണു ആശാൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരെ പറ്റിയാണ് ഇനി പറയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരായിരുന്നു തൈക്കാട് അയ്യ, അതുപോലെ തന്നെ പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ആരൊക്കെയാണ്? തൈക്കാട് അയ്യയും പേട്ടയിൽ രാമൻപിള്ള ആശാനുമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചതാരാണ്? ഈ തൈക്കാട് അയ്യയാണല്ലേ. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചതാരാണ്? തൈക്കാട് അയ്യയാണ്. ഹഠയോഗ വിദ്യ ആരാണ്? തൈക്കാട് അയ്യയാണ് ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിനെ പഠിപ്പിച്ചത്. ഇനിയും ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ പേരാണ് പിള്ളത്തടം ഗുഹ. എന്താണ്? പിള്ളത്തടം ഗുഹയാണ് ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച ഗുഹ. ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് പിള്ളത്തടം ഗുഹ. അവിടെയാണ് ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ചത്. ഇനിയും ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയുണ്ട്. ശ്രീനാരായണ ഗുരു ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ രചനയായിരുന്നു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയായിരുന്നു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അത് ശ്രീനാരായണ ഗുരു സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണല്ലേ. ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്.
നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരെ പറ്റി പറഞ്ഞു. ആരൊക്കെയാണ്? തൈക്കാടയെയും പേട്ടയിൽ രാമൻപിള്ള ആശാനുമാണ്. അതിൽ തൈക്കാടയെയാണ് ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞത് ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച ഗുഹ, ആ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ഇപ്പോൾ കന്യാകുമാരിയിലാണ് പിള്ളത്തടം ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതിയായിരുന്നു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അത് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന നമ്മൾ പറഞ്ഞു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ തമിഴ് കൃതിയാണ്. തമിഴ് കൃതിയുണ്ട്, അതാണ് തേവാര പതികങ്ങൾ. തേവാര പതികങ്ങൾ അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തമിഴ് കൃതി. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു തർജ്ജമ ചെയ്ത കൃതികളുണ്ട്. അതാണ് ഈശോവാസ്യോപനിഷത്ത്, ഒടുവിൽ ഒഴുക്കം, അതുപോലെ തന്നെ തിരുക്കുറൽ. ഏതൊക്കെയാണ്? ഈശോവാസ്യോപനിഷത്ത്, ഒടുവിലൊഴുക്കം, തിരുക്കുറൽ. ഇത് മൂന്നുമാണ് ശ്രീനാരായണ ഗുരു തർജ്ജമ ചെയ്തിട്ടുള്ള കൃതികൾ. അതുപോലെ തന്നെ തമിഴ് കൃതി ഏതാണ്? തേവാര പതികങ്ങൾ. അപ്പോൾ ഇത്രയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ആദ്യത്തെ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, അത് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്ക്. തമിഴ് കൃതി എന്ന് പറയുന്നത് ഏതാണ്? തേവാര പതികങ്ങൾ. അതുപോലെ തന്നെ തർജ്ജമ ചെയ്തത് ഏതൊക്കെയാണ്? ഈശോവാസ്യോപനിഷത്ത്, ഒടുവിലൊഴുക്കം, തിരുക്കുറൽ. ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് അരുവിപ്പുറം ശിവക്ഷേത്രവും അവിടുത്തെ ശിവപ്രതിഷ്ഠയെ പറ്റി, അല്ലേ? അപ്പോൾ ഈ അരുവിപ്പുറം ശിവക്ഷേത്രം നിർമ്മിച്ചതെന്നാണ്? 1887. 1887 അരുവിപ്പുറം ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത്. അവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ 1888. എന്താണ് ഏറ്റവും പ്രസിദ്ധമായ ശ്രീനാരായണ ഗുരു നടത്തിയ ഏറ്റവും പ്രസിദ്ധമായ പ്രതിഷ്ഠകളൊന്നാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അത് നടത്തിയതെന്നാണ്? 1888. എവിടെ നിന്നാണ്? നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. അതുപോലെ തന്നെ ഈ 1888 വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി എവിടെ നിയമം പഠിക്കാനായിട്ട് ലണ്ടനിലേക്ക് പോയതും ഈ 1888. ആരാണ്? ഗാന്ധിജി ലണ്ടനിൽ പോയതല്ലേ? ഗാന്ധിജി ലണ്ടനിൽ പോയതെന്നാണ്? 1888 നിയമം പഠിക്കാനായിട്ട് ലണ്ടനിലേക്ക് പോയത്. ഇനി ഗുരുവിൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് ഈ വാക്യം എഴുതി വെച്ചിരിക്കുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അപ്പോൾ അരുവിപ്പുറം ക്ഷേത്രത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിച്ചത് 1887. അതുപോലെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് നടത്തിയത്. അതുപോലെ തന്നെ അരുവിപ്പുറം ക്ഷേത്രയോഗം നിർമ്മിതമായത് 1898. അപ്പോൾ ഇത്രയാണ് അരുവിപ്പുറം ക്ഷേത്രത്തെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് SNDP കുറിച്ചാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP. SNDP സ്ഥാപിതമാകുന്നത് 1903 മെയ് 15. 1903 മെയ് 15 നമ്മുടെ SNDP സ്ഥാപിതമാകുന്നത്. SNDPയുടെ എല്ലാവർക്കും അറിയാമല്ലോ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് SNDPയുടെ ഫുൾ ഫോം. ഈ SNDP സ്ഥാപിതമായത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഈ അരുവിപ്പുറം ക്ഷേത്ര യോഗം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ SNDP 1903 മെയ് 15 സ്ഥാപിതമായത്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു യോഗമുണ്ട്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന യോഗമാണ് വാവൂട്ട് യോഗം. ഈ വാവൂട്ട് യോഗം എന്താന്ന് വെച്ചാൽ ഈ അരുവിപ്പുറം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ഭക്ഷണം നൽകുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഈ വാവൂട്ട് യോഗം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിർമ്മിച്ച ഒരു യോഗമായിരുന്നു വാവൂട്ട് യോഗം എന്ന് പറയുന്നത്. ആ വാവൂട്ട് യോഗത്തിനെയാണ് SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്.
ഇനി SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് നമ്മുടെ മഹാകവി കുമാരനാശാനായിരുന്നല്ലേ. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. അതുപോലെ തന്നെ SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആജീവനാന്ത പ്രസിഡന്റ് അല്ലേ, ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ്. അതുപോലെ തന്നെ ഈ SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നല്ലേ, ഉപാധ്യക്ഷൻ. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ പി പൽപ്പു ആയിരുന്നു SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. SNDPയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. SNDPയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്, ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശാനായിരുന്നു. അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ പി പൽപ്പു ആണ്. ഈ ഡോക്ടർ പി പൽപ്പുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ SNDP സ്ഥാപിക്കുന്നത്. ഡോക്ടർ പി പൽപ്പുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് SNDP സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ആജീവനാന്ത പ്രസിഡന്റ് ആരാണ്? SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് ആണ് ശ്രീനാരായണ ഗുരു. ഇനി നമ്മൾ പറയുന്നത് SNDPയുടെ മുഖപത്രത്തെക്കുറിച്ചാണ്. SNDPയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. വിവേകോദയം SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ഈ വിവേകോദയം സ്ഥാപിക്കുന്നത് 1904 മെയ് 13-നാണ്. 1904 മെയ് 13-നാണ് വിവേകോദയം സ്ഥാപിക്കുന്നത്. വിവേകോദയം സ്ഥാപിച്ചതാരാണ്? കുമാരനാശാനാണല്ലേ. വിവേകോദയം സ്ഥാപിച്ചതാരാണ്? കുമാരനാശാനാണ്. അതുപോലെ വിവേകോദയത്തിന്റെ ഔദ്യോഗിക പത്രാധിപരായിരുന്നു? വിവേകോദയം സ്ഥാപിക്കുന്ന സമയത്തെ ഔദ്യോഗിക പത്രാധിപരായിരുന്നു M ഗോവിന്ദൻ. അപ്പോൾ വിവേകോദയത്തിന്റെ ഔദ്യോഗിക പത്രാധിപരായിരുന്നു M ഗോവിന്ദനായിരുന്നു. ഈ വിവേകോദയത്തിനെയാണ് ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഈഴവ ഗസറ്റ് അല്ലേ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? വിവേകോദയമാണ്. ഈ വിവേകോദയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു SNDPയുടെ ആദ്യത്തെ മുഖപത്രമായിരുന്നു. എന്നാൽ SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ് SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം. പക്ഷേ ഈ വിവേകോദയം ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൽ നിന്നാണ് വിവേകോദയം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ എന്താണ് വിവേകോദയം എന്ന് പറയുന്നത്? SNDPയുടെ ആദ്യത്തെ മുഖപത്രമായിരുന്നു. 1904 മെയ് 13-നാണ് വിവേകോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ആരായിരുന്നു ഇതിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? സ്ഥാപകൻ ആരായിരുന്നു? കുമാരനാശാനാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപരായിരുന്നു M ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ വിവേകോദയമാണ്. പിന്നെ ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. പിന്നെ ഈ വിവേകോദയം ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൽ നിന്നാണ്. ഇനി നമ്മൾ SNDPയുടെ കാര്യം പറഞ്ഞല്ലേ. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SNDPയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന പേരുകൾ, അദ്ദേഹത്തിൻ്റെ കൃതികൾ, ഇതെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ SNDP, അതിൻ്റെ മുഖപത്രം, അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിതുകൊണ്ട് നിർത്താം. ഇനിയും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠകൾ നടത്തിയ സ്ഥലം, പിന്നെ ആലുവ സർവ്വമത സമ്മേളനം, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് വരാം. താങ്ക് യു.